വർഷങ്ങളായി ഖുർആന്റെ പേരിൽ ഒരുമിച്ചുകൂടി ആ നിലയിൽ ഒരുപാട് കൂട്ടുകാരികളെ ഖുർആന്റെ പേരിൽ സമ്പാദിച്ചവരുണ്ട്. അങ്ങനെയുള്ള നല്ല കൂട്ടുബന്ധങ്ങളൊക്കെ തീർച്ചയായും ഇൻഷാ അല്ലാഹ് പരലോകത്തേക്ക് നമുക്കൊരു മുതൽക്കൂട്ടാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എത്രയോ ആളുകൾ ഇതിനിടയിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അത് പിന്നെ ഒരു കുടുംബ ബന്ധം പോലെ ഖൈറിന്റെ പേരിലുള്ള നല്ല ബന്ധമായി തുടർന്ന് പോരുന്നവരും തുടർന്ന് പോയവരുമൊക്കെയുണ്ട്. അള്ളാഹുവിന്റെ പേരിലുള്ള നല്ല ഒരു ബന്ധം കിട്ടിയാൽ നാളെ സ്വർഗത്തിലേക്ക് എത്താൻ വരെ അത് നിമിത്തമാകുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ദുനിയാവിൽ അള്ളാഹുവിന്റെ പേരിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ അതിൽ ഒരു സുഹൃത്ത് സ്വർഗത്തിലെത്തിയാൽ മറ്റേ സുഹൃത്തിനെ അന്വേഷിക്കും. എവിടെ പഠിച്ചോനെ, എൻ്റെ ആ കൂട്ടുകാരനെ കാണുന്നില്ലല്ലോ, എൻ്റെ ആ കൂട്ടുകാരിയെ കാണുന്നില്ലല്ലോ. അപ്പൊ പറയും, ആ കൂട്ടുകാരൻ നരകത്തിലാണ്, അല്ലെങ്കിൽ ആ കൂട്ടുകാരി നരകത്തിലാണ്. അപ്പോൾ ഇവൻ പറയും, എൻ്റെ കൂട്ടുകാരനെ, എൻ്റെ ആ കൂട്ടുകാരിയെ നരകത്തിലിട്ടാൽ ഈ സ്വർഗത്തിന്റെ അനുഭൂതികളൊന്നും ആസ്വാദനമായി എനിക്ക് തോന്നൂല, ഒരു റാഹത്തും കിട്ടൂല. ഈ സ്വർഗത്തിന്റെ സൗകര്യങ്ങൾ എനിക്ക് പൂർണ്ണമായി കിട്ടണമെങ്കിൽ എന്റെ കൂടെ ആരും കൂടെ വേണം, ആ കൂട്ടുകാരൻ വേണം. അപ്പോൾ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ഇവനെ സന്തോഷിപ്പിക്കാനായി ആ മനുഷ്യനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ മലക്കുകളോട് കൽപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ കൂട്ടുകാരന്മാരെയൊക്കെ പരലോകത്തുകൂടെ ഉപകരിക്കുന്ന കൂട്ടുകാരന്മാരായി കൂട്ടുകാരികളായി മാറ്റിത്തരട്ടെ. നമ്മുടെ മക്കളുടെ ബന്ധങ്ങളും കൂട്ടുബന്ധങ്ങൾ, കൂട്ടുകാരികൾ ആ നിലയിലുള്ളവരാക്കി അല്ലാഹു മാറ്റട്ടെ.